ഹായ് എവരിവൺ, ഞാൻ ഡോക്ടർ ആര്യദേവി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചു കുട്ടികളുടെ അമ്മമാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചിട്ടാണ്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ആൾക്കാർ ചോദിക്കും, അയ്യോ കുട്ടി എന്താ മെലിഞ്ഞിരിക്കുന്ന, വെയിറ്റ് കുറവാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ നോർമലി നമുക്കൊരു ടെൻഷൻ വരും, അയ്യോ ശരിയാണോ. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ കൂടെ നമ്മളൊന്ന് ടെൻഷനാവുകയും നമ്മൾ പെട്ടെന്ന് തന്നെ ഇവർ കഴിക്കുന്ന സാധനങ്ങൾ അവർക്ക് ഓഫർ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. അതായത് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ എന്താണ് അവർ പ്രിഫർ ചെയ്യുന്നത്, അപ്പോൾ അതെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ കൊടുക്കാൻ തുടങ്ങും. അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് നമുക്ക് പ്രത്യേകിച്ചൊന്നും അങ്ങനെ ഹെൽത്തി ആയിട്ട് കിട്ടുന്നില്ല. സോളിഡ് ഫുഡ് കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഈ ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് ആദ്യമേ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് ഈ ഒരു ടേസ്റ്റ് ആയിരിക്കും അറിയാൻ പറ്റുക. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇവർ വേറൊരു ഫുഡ്, നമ്മുടെ നോർമൽ ഫുഡൊന്നും ഇവർ കഴിക്കില്ല. ബിക്കോസ് ഇതാണ് ഇവർ അറിഞ്ഞിട്ടുള്ള ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് പാടില്ല. പകരം നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് കൊടുക്കേണ്ടത്. നന്നായിട്ട് മെലിഞ്ഞിരിക്കുകയാണ്, പക്ഷെ നല്ല രീതിയിൽ അത് അത്യാവശ്യം ആക്റ്റീവാണ്, അതിൻ്റെ മൈൽ സ്റ്റോൺസ് എല്ലാം കറക്റ്റായിട്ടാണ് വന്നത്, പിന്നെ അധികം അസുഖങ്ങളൊന്നും വരുന്നില്ല, റിക്കറൻ്റ് ആയിട്ടുള്ള പനിയോ അല്ലെങ്കിൽ പനിയൊന്നും വിട്ടുമാറാതെ നിൽക്കുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടി ഹെൽത്തി ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് നമ്മൾ അതിൻ്റെ സെൻസിലെടുക്കുക, പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക. എന്നിട്ട് നമ്മൾ നല്ല ഫുഡ് മാത്രം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പച്ചക്കറിയും വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളും നട്ട്സും ഒക്കെ നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അവർ പച്ചക്കറിയൊന്നും ഭയങ്കരമായിട്ട് അങ്ങനെ കഴിക്കുകയൊന്നുമില്ല. ചിലപ്പോൾ അതിനകത്തൊക്കെ ഓരോ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും ഓരോ ടൈമിനനുസരിച്ചൊക്കെ. പക്ഷെ നമ്മൾ ഒരു പ്രാവശ്യം അവർ കഴിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് അത് പിന്നെ പൂർണ്ണമായിട്ടങ്ങ് കൊടുക്കാണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോരുത്. ഇടയ്ക്കിടയ്ക്ക് കഴിച്ചു നോക്കാനൊക്കെ നമ്മൾ അവരൊന്ന് എൻകറേജ് ചെയ്യണം. മറ്റൊരു കാര്യം, നമ്മൾ ഫുഡ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് മാത്രം, അവരെ കൊണ്ട് മാത്രം കഴിപ്പിക്കാൻ നോക്കാതെ നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് കഴിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നത് കാണുമ്പോൾ അവർ വന്നിട്ട് ഇതെന്താണ് കഴിച്ച് നോക്കാനുള്ള ഒരു പ്രവണതയൊക്കെ അവർക്ക് ഉണ്ടാവും. പിന്നെ ഇവിടെയൊക്കെ ആണെങ്കിൽ, അതായത് തമിഴ്നാട്ടിൽ നമ്മൾ ഈവനിങ് സ്നാക്സ് ആയിട്ട് സുണ്ടൽ എന്ന് പറയും, അതായത് കടല, വെള്ളക്കടല ആവട്ടെ ചുമന്ന കടല ആവട്ടെ, ഇതൊക്കെ വേവിച്ചിട്ട് കഴിക്കാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ കുട്ടികൾക്ക് അത് നോർമലാണ്, അവർ കഴിക്കും. അപ്പോൾ അതിനകത്തൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളത് കൊടുക്കുക, നമ്മൾ കഴിക്കുക, ഇടയ്ക്കിടയ്ക്ക് കഴിക്കുമ്പോൾ അവർ ഗ്രാജ്വലി അത് അവർക്ക് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഡെവലപ്പ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പച്ചക്കറികളാണെങ്കിലും കുക്കുംബറും ക്യാരറ്റും ഒക്കെ നമ്മളൊരു ബൗളിൽ അരിഞ്ഞിട്ടിട്ട് നമ്മളത് കഴിക്കുന്നത് കാണുമ്പോൾ കുട്ടികൾ വന്നിട്ട് അത് കഴിക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. പക്ഷേ പിന്നെ വരുന്നൊരു പ്രശ്നം എന്താണെന്നറിയോ, കുട്ടികൾ സ്കൂളിലൊക്കെ പോയി തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ചോക്ലേറ്റും ബിസ്ക്കറ്റും ഒക്കെ ഒട്ടും കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇതിനോടുള്ള ക്രേവിങ്സ് കൂടും. എവിടെയെങ്കിലും ഇവർക്ക് കിട്ടുന്ന സ്ഥലത്ത്, അതല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളോട് ചോദിച്ചിട്ട് ഇത് കഴിക്കാനും മറ്റുള്ള കുട്ടികളുടെ വീടുകളിൽ പോകുമ്പോഴൊക്കെ ഇത് കൂടുതലായിട്ട് കഴിക്കാനൊക്കെയുള്ള ഒരു പ്രവണത ഇവർക്ക് ഉണ്ടാവും. ഇത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഒഴിവാക്കാതെ വല്ലപ്പോഴും സിറ്റുവേഷൻ അനുസരിച്ച് വല്ലപ്പോഴും ഇത് ഓഫർ ചെയ്യാവുന്നതുമാണ്. അവരുടെ സ്റ്റേജിനനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായിട്ടിരിക്കുക. മറ്റൊരു ടോപ്പിക്കായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്